ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പയ്യനാണ് സുരേഷ്. തൃശ്ശൂർ ചന്ദ്രാപ്പനിയിൽ ഉള്ള പെൺകുട്ടി സ്വർണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കേട്ടോ ഇത്. ഇവരുടെ കല്യാണം ഞാനായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുത്ത് കല്യാണം നടത്തിയത് കേട്ടോ. കല്യാണം നടന്നിട്ട് 1 രൂപ പോലും തരാതെയാണ് ഇവർ എന്നെ ഇതാക്കിയത്. മാത്രമല്ല, പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഴിവുണ്ടെങ്കിൽ വാങ്ങിക്കുമെന്ന്. മനസ്സിലായോ? ഒരു ജീവിതമല്ലേ, എന്തെങ്കിലും അവർക്ക് എനിക്ക് തരാമായിരുന്നില്ലേ ഇത്ര എന്ന് കൂടി അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ 30,000 രൂപ ഞാൻ ചേച്ചിക്ക് തരാം, ചേച്ചി എങ്ങോട്ട് വന്നില്ലെങ്കിലും ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും നമുക്ക് വിവാഹാലോചനയ്ക്ക് തരുമ്പോൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവനെയാണ് ഓർമ്മ വരിക. അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ട് നമ്മളുടെ രീതികൾ തന്നെ മാറ്റിമറിച്ച ഇതിലുള്ള മുഖ്യ കാരണം ഇവരാണ്. കല്യാണം നടന്നു കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ പറയാണ്, പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറയാണ്, കഴിവുണ്ടെങ്കിൽ മേടിച്ചോ, അല്ലെങ്കിൽ ലീഗലായിട്ട് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ മേടിച്ചോ എന്നാണ് ഈ പെൺകുട്ടി ആയാലും എന്നോട് പറഞ്ഞത് കേട്ടോ. അതുപോലെ നമ്മൾ ആൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഒരെണ്ണം പുതിയതായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ജീവിതത്തിൽ എൻ്റെ 13 വർഷത്തെ ബ്രോക്കർ പണിയുടെ ഇതിൽ ഉള്ള അനുഭവമാണ്. ഫസ്റ്റ് ഈ സ്വർണ്ണ വിളിക്കും, ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കി ചേച്ചി, അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? വേറെ ആരും ഇങ്ങനെ ചോദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പെൺകുട്ടികൾ ഡയറക്റ്റ് വിളിക്കണത് കല്യാണ ആവശ്യത്തിന്, ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അവർക്ക് നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തിടുക്കം കൂട്ടുന്ന തരത്തിലുള്ള സംസാരം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. മനസ്സിലായ? ആ കുട്ടി തന്നെയാണ് പറയുന്നത്, കഴിവുണ്ടെങ്കിൽ മേടിച്ചോ, ലീഗലായിട്ട് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ മേടിച്ചോ എന്നുള്ളത് എന്നോട് പറഞ്ഞത്. മനസ്സിലായ? അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്നും കൂടി ഷെയർ ചെയ്യാണ്. ഇതൊന്നും നോണയല്ല. മനസ്സിലായില്ലോ? തൃശ്ശൂർ ചന്ദ്രാപ്പനിയിലാണ് പെൺകുട്ടിയുടെ വീട്. അതേപോലെ പാലക്കാട് അട്ടപ്പാടിയിലാണ് സുരേഷ് എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ വീട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. അവർ തരാനും പോണില്ല.